സംസ്ഥാന കായികമേള അതിനെ ആരംഭിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. സ്വർണ്ണക്കപ്പ് പര്യടനം അത് ഇന്നാണ് തുടങ്ങേണ്ടത്. ഈ സംസ്ഥാന കായികമേളയ്ക്കുള്ള സ്വർണ്ണക്കപ്പ് പര്യടനം അത് പുറപ്പെടേണ്ട സ്ഥലത്തെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിനും സ്പോർട്സ് കൗൺസിലിനും പരിപാടിയെക്കുറിച്ച് ധാരണയില്ലാത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത് എന്നാണ് വിമർശനം. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗെ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് കാസർഗോഡ് നിന്നും ഈ പര്യടനം തുടങ്ങാനിരിക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കല്ലുകടിയൊക്കെ വന്നാൽ എങ്ങനെയാ സാരംഗെ? കുട്ടികൾക്കൊക്കെ ആവേശത്തോടു കൂടി ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടതല്ലേ? പൂജ, വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇനി വരുന്ന കായികമേളകളെല്ലാം തന്നെ ഒളിമ്പിക്സ് മാതൃകയിലാണ് നടത്തുക എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമായിരുന്നു ഇനി മുതൽ സംസ്ഥാന കലോത്സവത്തിന്റെ മാതൃകയിൽ ഇത്തരത്തിൽ ഒരു സ്വർണ്ണ കപ്പ് വിജയികൾക്ക് ഏർപ്പെടുത്തുമെന്നുള്ളൊരു കാര്യം. ഇപ്പോൾ 117.5 പവന്റെ സ്വർണ്ണക്കപ്പാണ് ഇത്തരത്തിൽ വിജയികൾക്കായി നൽകുക. അതിനെ സംസ്ഥാനതല പര്യടനമാണ് ഇപ്പോൾ നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ വെച്ചത്. ഇവിടെ ഇപ്പോൾ ജില്ലാ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സ്കൂൾ കായികമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ വേദിയിൽ വെച്ച് ആരംഭിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് ആണ് ഈ ഒരു പര്യടനം ആരംഭിക്കുക എന്ന് തന്നെയായിരുന്നു മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ലഭിച്ച വിവരം. എന്നാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ജില്ലാ ഭരണകൂടത്തിനോ അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിനോ കൃത്യമായ ഒരു വിവരം ലഭിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തോതിലുള്ള ഒരു പരിപാടി സ്കൂൾ ഒളിമ്പിക്സ് എന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ആരംഭത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ രമ്യതയോടുകൂടി പരിഹരിക്കാൻ ഭരണകൂടത്തിന് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. തൃക്കരിപ്പൂർ MLA ആയ M രാജഗോപാലൻ പ്രധാനപ്പെട്ട ചുമതലക്കാർക്ക് കപ്പ് കൈമാറുകയാണ്. ഇപ്പോൾ ഇവിടെ കായികമേളയുടെ ഭാഗമായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ ചേർന്ന് കപ്പ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ അടയാളം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഭൂപടം അതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കായിക ഇനങ്ങൾ അതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ രൂപങ്ങൾ ചെറിയ തോതിൽ അങ്ങിങ്ങായി ആലേഖനം ചെയ്ത ചിത്രങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും 117.5 പവന്റെ സ്വർണ്ണക്കപ്പാണ് വിജയികളെ കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇനി കലോത്സവം പോലെ തന്നെ സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടം കായികമേളകളിലും നമുക്ക് കാണാൻ സാധിക്കും. പൂജ, ശരിയാണ്. സ്വർണ്ണക്കപ്പ് പര്യടനം അത് പുറപ്പെടുകയാണ്. കാസർഗോഡ് നിന്നാണ്. അങ്ങനെ സംസ്ഥാന കായികമേളയുടെ ആവേശത്തിലേക്ക് നമ്മളുടെ കേരളം കടക്കുകയാണ്. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. അവർ അത്രത്തോളം ആവേശത്തിലാണ്